ഞാൻ പണ്ട് തൊട്ടേ ഒരു കുരുത്തം കെട്ട കൊച്ചായിരുന്നു എന്നുള്ളതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ പറയാം. അതായത് എനിക്കിങ്ങനെ നോർമൽ കുരുത്തക്കേടുകളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ എന്ത് ചെയ്താലും ഗായത്രിയുടേതായിട്ടൊരു കയ്യൊപ്പ് അതിലിടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം എനിക്ക് ഈ അയ്യത്ത് കിടക്കുന്ന ഈ പാട്ട ആക്രി സാധനങ്ങളോടൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ക്രൈസായിരുന്നു. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അയ്യ മീൻസ് പറമ്പ്, അപ്പം അയ്യത്ത് ഇങ്ങനെ തപ്പി നടക്കായിരുന്നു. അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കിടന്ന ഒരു ഉജാലയുടെ കുപ്പി അവിടെ കിടന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പം ഒരു ഐഡിയ തോന്നി എന്ന് പറഞ്ഞാൽ ഞാനിത് കൊണ്ടുവന്നിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ ഇതിൻ്റെ അടപ്പൂരിയിട്ട് പണ്ടത്തെ ഉജാല ബോട്ടിലാണേ. ഞാൻ അടപ്പൂരിയിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ചു. ഞാൻ തുറന്നപ്പോൾ ഇതിനകത്ത് എന്താ കുറച്ച് ഉജാലയുണ്ട്. നല്ലപോലെ കുലുക്കിയിട്ട് ഞാനിത് ഫുള്ളങ്ങ് കുടിച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരും ചെയ്യുമ്പോൾ ഇപ്പം തന്നെ ഞാൻ ചിരിക്കുന്നുണ്ടല്ലേ ഗൈസ്. അപ്പം എന്നിട്ട് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഉൾവിളി, മരിച്ചെങ്ങാണം പോവോ എന്നുള്ളൊരു ഉൾവിളി എനിക്ക് വന്നു. കാരണം എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നി. എൻ്റെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടപ്പ് കണ്ടിട്ട് അമ്മ കണ്ടുപിടിച്ചു. അമ്മ പറഞ്ഞു, എന്തൊന്നും മിണ്ടാത്തെ അപ്പോൾ അമ്മ, ഞാൻ കല്ല് വിഴുങ്ങുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അമ്മ വിചാരിച്ചു ഞാൻ കല്ല് വിഴുങ്ങിയെന്ന്. അമ്മ പറഞ്ഞു, തുറക്കടി വാ. അപ്പം ഞാൻ നാക്ക് നീട്ടി കൊടുത്തു. നാക്ക് ചിലപ്പം നാക്കും പല്ലും ഫുള്ള് നല്ല ഉജാലയുടെ കളർ. അമ്മ പറഞ്ഞു, എന്തോ അമ്മ വിരിച്ച് ഞാൻ വേറൊന്നും എടുത്ത് കുടിച്ചത്. കാരണം അമ്മ ഉജാലി എന്നുള്ള സാധനം അമ്മ ചിന്തിക്കുന്നതേ ഇല്ല. ഞാൻ പറഞ്ഞു, നീല വെള്ളം എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവമേ, ബാക്കി ഞാൻ പറയുന്നില്ല, നിർത്തട്ടെ സ്റ്റോറി.